ഹായ്, എല്ലാ കൂട്ടുകാർക്കും നല്ല നമസ്കാരം. ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം. ഇവിടെ ഒന്നും കാണാനല്ലോ എന്നായിരിക്കും വിചാരിക്കുന്നത് അല്ലേ? ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത് ഇവിടുന്ന് മാറ്റേണ്ട സാധനമാണ്, മാറ്റിയിട്ടില്ല. അത് അവിടെ ഇരിക്കണമെന്നേ ഉള്ളൂ, ഒന്നുമില്ല. ഇപ്പം നേരം ഉച്ചയ്ക്ക് 1 മണിയായി കേട്ടോ. എനിക്ക് സത്യത്തിൽ വിശക്കണില്ലാന്ന് തോന്നി അങ്ങനെ ഇരിക്കുകയായിരുന്നു. കാരണം ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. 2 പേര് 2 വഴിക്ക് പോയിരിക്കുക. ഒരാൾ മീറ്റിങ്ങിന് പോയി, വേറെ വിഷ്ണു കോഴിക്കോട്ടേക്ക് 28 ഓടാൻ പോയി. 28അല്ല 56. അവിടുത്തെ ഭാഷ പറഞ്ഞു കഴിഞ്ഞാൽ പാലുകൂടി കേട്ടോ. അവിടെയൊക്കെ പറയുക പാലുകൂടി എന്ന് പറയും. 28 ദിവസം നടത്തിയാലും 56 ദിവസം നടത്തിയാലും. നമ്മുടെ ഇവിടെയൊക്കെ പറയുക 28 അല്ലെങ്കിൽ 56 അങ്ങനെ ഇതാണെന്ന് പറയും. 28 എന്ന് പറയുക. അതായത് നൂല് കറുത്ത ചരടിൽ പഞ്ചലോഹങ്ങളുടെ റൗണ്ടുകൾ ഇങ്ങനെ റിങ് പോലെ ഉണ്ടാക്കിയിട്ട് അത് കോർത്ത് അത് കൊച്ചിനെ കെട്ടിക്കും. അതിനാണ് 28 കെട്ടണമെന്ന് പറയുന്നത്. അപ്പം സ്വർണം, വെള്ളി, ചെമ്പ്, ഓട്, പകിട് അങ്ങനെ എന്തൊക്കെയോ സാധനങ്ങളുണ്ട്, പഞ്ചലോഹങ്ങളാണ്. അത് കോർത്തിത് ചെയ്യുക. അതിന് കൊച്ചുങ്ങൾക്ക് പേടി കെട്ടാണ്ടിരിക്കാൻ എന്നൊക്കെ പറയണ എന്തൊക്കെയോ വിശ്വാസം ആണത്. അപ്പം അവിടെ അങ്ങനെ കോർത്ത് തരുന്നത് ഞാൻ കണ്ടിട്ടില്ല. അവിടെ പ്രധാനം കൊച്ചിനെ എല്ലാവരും പാല് കുടിക്കും. ആ ചടങ്ങിന് പേര് വിളിക്കും. പിന്നെ 28 കെട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അരഞ്ഞാണം, ശരിക്കും സ്വർണ്ണത്തിൻ്റെ അരഞ്ഞാണാണ് കെട്ടിക്കുക. ഓരോരുത്തരും കഴിവനുസരിച്ചായിരിക്കുമല്ലോ സ്വർണ്ണം വിളി അങ്ങനെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടിക്കാറ്. പക്ഷേ ഇതിപ്പോൾ ഇവിടങ്ങളിലാണെങ്കിൽ ചരട് കെട്ടിയിട്ട് സ്വർണ്ണത്തിൻ്റെ അരഞ്ഞാണം വേറെ ഇരിക്കും. അച്ഛൻ്റെ വീട്ടുകാരുടെ വകയായിരിക്കും അത്. പിന്നെ അവിടെ പാലൊരു പാത്രത്തിൽ എടുത്ത് വെച്ചിട്ടുണ്ടാവും. പിന്നെ അതിൻ്റെ സ്പൂണോ പ്ലാവിലോ അങ്ങനെ എന്തോ വെച്ചിട്ടുണ്ടാവും. എന്നിട്ട് ആ പ്ലാവില കൊണ്ട് എല്ലാവരും കൊച്ചിന് പാല് കൊടുക്കും. എന്തോരു പാലാകരണേ, വന്നവർ മുഴുവനും കൊടുക്കുകയാണേ. എന്തായാലും ഇവിടെ അങ്ങനെ ഇല്ല, അവിടെ അങ്ങനെ ഉണ്ട്. അതൊരു ഓരോ നാട്ടിൻ്റെ ഓരോ രീതികളാണല്ലോ. അപ്പോൾ പറയും, അയ്യോ മതി മതി കൊടുത്തത് കൊച്ചിന് ഒരുപാട് വാഹനത്തിൽ എല്ലാവരും എന്ന് പറയും. അതിനാണ് പ്ലാവില വെക്കുന്നതിൻ്റെ ഉദ്ദേശം. പ്ലാവിലാകുമ്പോൾ അത്രയ്ക്കേ കിട്ടുള്ളൂ, കോരി എടുക്കുകയൊന്നുമില്ല. ഒന്ന് പ്ലാവിലയുടെ തുമ്പ് നനച്ചിട്ട് നാക്കത്തേക്ക് വെക്കും, അത്രേ ചെയ്യുള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും വിഷ്ണു അപ്പം അതിനുള്ള ഗിഫ്റ്റൊക്കെ ആയിട്ട് അങ്ങോട്ട് പോയിട്ടുണ്ട്. അവനെ പറഞ്ഞു വിട്ടു, ഞങ്ങൾക്ക് ഇന്ന് പോകാൻ പറ്റിയില്ല. ഈ പറഞ്ഞ ഇന്നിപ്പോൾ മീറ്റിങ്ങിന് പോയേക്കുന്നുണ്ട്. അത് പ്രധാനപ്പെട്ട എന്തോ മീറ്റിങ്ങുകളൊക്കെയാണ് ഇന്നും, അത് കാരണം ഒഴിയാൻ പറ്റില്ല. എനിക്കാണെങ്കിൽ ഇന്നിപ്പോൾ രാമായണം വായിച്ച് തീർന്ന ദിവസമാണ്. ഈ 30 ദിവസം വായിച്ചിട്ട് 31 ദിവസം വായിച്ച് തീർക്കാണ്ട് പറ്റില്ലല്ലോ. അപ്പോൾ അവിടെ പോയാൽ ഇന്ന് എന്തായാലും തിരിച്ചെത്തി വായിക്കുന്നത് നടക്കില്ല. പിന്നെ അത്തം തുടങ്ങുകയാണ്. അപ്പോൾ ഇന്ന് പൂവിടണം. അങ്ങനെ പല കാര്യങ്ങളും ഉണ്ട്. അതെല്ലാം കൊണ്ട് അപ്പോൾ എനിക്കും പോകാൻ പറ്റില്ല. അല്ലെങ്കിൽ ഞാനെങ്കിലും വിഷ്ണുവിലൂടെ പോകണം എന്നൊക്കെ വിചാരിച്ചിരുന്നു. അത് നടന്നില്ല. പിന്നെ ഈ കൊച്ചിന് ഒരു 1.5 മാസം മുൻപ് ജനിച്ച കുഞ്ഞാണ്. അപ്പോൾ മാസം തികയാതെ, അതുകൊണ്ട് തന്നെ 28 ദിവസം നടത്തിയിരുന്നെങ്കിൽ നേരത്തെ ആയിപ്പോയേനെ. മാസം തികഞ്ഞാൽ നടത്തിയെങ്കിൽ 28നാണല്ലോ നടക്കും. അല്ലെങ്കിൽ 56 ആയതുകൊണ്ട് ഇവിടെ എത്തി കറക്റ്റ് ഈ സമയത്തായിപ്പോയി. അപ്പം അങ്ങനെയുള്ള വ്യത്യാസങ്ങളൊക്കെ വന്നുകൊണ്ടായിരുന്നെങ്കിൽ പക്ഷേ എനിക്ക് പോകാൻ പറ്റിയ സമയത്തായിരിക്കും അതിലുള്ളത്. എന്തായാലും അങ്ങനെ പോയില്ല. അപ്പോൾ എനിക്ക് ഒറ്റയ്ക്കായപ്പോൾ അതിനെ ഒരു മടി, കഴിക്കാമെന്നുണ്ട് കഴിക്കണ്ടെന്നുണ്ട്. പിന്നെ അങ്ങനെ മടിച്ചിരുന്നപ്പോൾ ഉണ്ട് വിശപ്പ് ഇങ്ങനെ വിളിക്കണം, വായോ വായോ എന്ന്. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചിരിക്കുമ്പോൾ ഫ്രിഡ്ജിൽ കുറച്ച് ചോറ് ഇരിപ്പുണ്ട്. അപ്പോൾ അതിനെ നമുക്ക് തക്കാളി ചോറാക്കി മാറ്റിയാലോ. തക്കാളി സാദം, ടൊമാറ്റോ സാദം നോക്കാം. ഇത്രയും ചോറ് എനിക്കത് ധാരാളം മതിയിട്ട്. എനിക്കൊരാൾക്കുള്ള ചോറ് ഇരിപ്പുണ്ട് കറക്റ്റ്. ഇനി അതിലേക്ക് വേണ്ട സാധനങ്ങൾ എടുക്കാം. അപ്പോൾ ഇഞ്ചി, പച്ചമുളക്, തക്കാളി, കരിവേപ്പില ഇത് ഉണങ്ങിയതാണ്, വേറെ എടുത്തുകൊണ്ട് വരാം. പിന്നെ ഞാനായതുകൊണ്ട് തന്നെ എരിവൊക്കെ പുറകോട്ടാണ്. എരിവ് കഴിക്കാൻ എനിക്ക് അത്ര ഓവറായിട്ട് എരിവ് കഴിക്കാനും പറ്റില്ല ഇവരെ പോലെ. അപ്പോൾ ഞാൻ കുറച്ച് എരിവിട്ടിട്ടാണ് ഉണ്ടാക്കണേ. അതുകൊണ്ടാണ് ഒറ്റ പച്ചമുളക് എടുത്തു. ഒരു കഷ്ണം എനിക്ക് ഇരുന്നുണ്ട്, അതിന് മുഴുവൻ ഇടുമെന്ന് കണ്ടറിയണമെന്ന പോലെയാണ്. പിന്നെ ഇനിയും വേണ്ടത് നമുക്ക് കരിവേപ്പില വേണം. പിന്നെ കുറച്ച് സാധനങ്ങളും കൂടെ വേണം. അപ്പോൾ ആദ്യം കരിവേപ്പില എടുത്തുകൊണ്ട് വെക്കട്ടെ. എന്നിട്ട് നമുക്ക് പിന്നെ കടുക് വറുക്കാനുള്ള ചീനിച്ചട്ടി എടുക്കണം. എന്നിട്ട് ഉണ്ടാക്കാൻ തുടങ്ങാം. എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. ഞാൻ പ്രത്യേകം നമുക്കൊന്ന് കാണാമല്ലോ, വർത്താനോ പറയാമല്ലോ എന്നുള്ളതിൽ അങ്ങനെ എടുക്കണമെന്നേ ഉള്ളൂ കേട്ടോ. പിന്നെ ഉണ്ടല്ലോ, അയ്യോ വീഡിയോ എടുക്കണ കാര്യം പറഞ്ഞപ്പോഴാണ് ഓർത്തത്. ഇന്ന് ഞാൻ ഒരു വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. എഡിറ്റൊക്കെ ചെയ്ത് കഴിഞ്ഞ് റെഡിയായി. ആ എഡിറ്റിങ് ഓപ്ഷനിൽ നിന്ന് അത് ഗാലറിയിലേക്ക് മാറ്റണം. ആ ഒരു ഇത് മാറ്റാനായിട്ട് കൊടുക്കുന്നതിന് മുമ്പ് ഞാൻ എന്ത് ചെയ്തതെന്നറിയോ, ഈ വീഡിയോയുടെ കട്ടിങ്സൊക്കെ ഗാലറിയിൽ വേറെ കിടപ്പുണ്ടല്ലോ, അതൊക്കെ ഡിലീറ്റ് കൊടുത്തു. കാരണം ഇത് എഡിറ്റ് ചെയ്ത് കഴിഞ്ഞല്ലോ എന്ന് വിചാരിച്ച്. പക്ഷേ ഡിലീറ്റ് കൊടുത്തെങ്കിലും റീസൈക്കിൾ ബിന്നിൽ കിടപ്പുണ്ടാവും. അതിൽ നിന്നും ഡിലീറ്റ് കൊടുത്തു ഞാൻ. പിന്നെ പറയണ പോലെ
ഞാൻ എന്നിട്ട് ശ്രദ്ധിക്കണല്ലോ. എന്നിട്ട് പോയി വലിയ കിണറ്റിൽ ഇത് റെഡിയാക്കി വെച്ചേക്കണേ എടുത്ത് ഗ്യാലറിയിലേക്ക് ഇടാൻ നോക്കുമ്പോഴേ അതിൽ വീഡിയോ ഒന്നുമില്ല, ഒരൊറ്റ വീഡിയോ പോലും ഇല്ല. അപ്പോഴാണ് അറിയണത് അയ്യോ എന്ത് അബദ്ധമായിപ്പോയി. 10-35 മിനിറ്റ് നീളമുള്ള വീഡിയോ എഡിറ്റ് ചെയ്ത് 11 മിനിറ്റോ കണ്ടാക്കി മാറ്റി. കാരണം നമ്മൾ എപ്പോഴും ഇങ്ങനെ ഫോൺ ഓഫാക്കാൻ പോകണ്ടല്ലോ. വേറെ ആളെടുത്ത് തന്നെയെങ്കിൽ അവർ കട്ട് ചെയ്ത് എടുക്കും. അപ്പോൾ കുറച്ചെങ്കിലും മാറ്റം വരും. ഇതിപ്പോൾ ഞാൻ തന്നെ ആയതുകൊണ്ട് ഞാൻ അപ്പം ഓഫാക്കാൻ പോകണം ഓരോ സെക്കൻഡിലും. അത് വേണ്ടല്ലോ എന്ന് വെച്ചിട്ട് അങ്ങോട്ട് ഓൺ ചെയ്ത് ഇട്ടിട്ട് എടുക്കും. എന്നിട്ട് നമ്മൾ എഡിറ്റ് ചെയ്യുമ്പോൾ വേണ്ടാത്ത കളഞ്ഞാൽ മതിയല്ലോ എന്ന് വെച്ചാൽ അങ്ങനെ കളഞ്ഞൊക്കെ റെഡിയാക്കി അത്രയും വലിയ സമയമുള്ള സാധനത്തിനെ ചുരുക്കി ഇത്രയാക്കി എടുത്തത് ആ പകുതി കൊണ്ട് താഴേക്ക് വന്ന വീഡിയോയാണ്. ഇത്ര നേരം എടുത്തിട്ടുണ്ടാവും എന്ന് ആലോചിച്ച് നോക്കൂ. അത് കഴിഞ്ഞ് നോക്കുമ്പോൾ സംഭവമില്ല. പിന്നെ അവിടെയൊക്കെ പോയി നോക്കി അതിൻ്റെ ഉള്ളിൽ എവിടെ ഞാൻ കാണാനില്ല ഒന്നും. ഇനി അടുത്ത ദിവസം അങ്ങനെ അത് തിരിച്ച് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ എവിടെ നിന്നെങ്കിലും തപ്പിപ്പിടിച്ച് കിട്ടുകയാണെങ്കിൽ ഇടാം. അതല്ലെങ്കിൽ നമുക്ക് വേറെ വീഡിയോകൾ കാണാം. അതേ മാർഗമുള്ളൂ. പിന്നെ ആ ദേഷ്യത്തിന് ഞാൻ ഇന്നിപ്പോൾ വീഡിയോ ഇട്ടത്. ഈ വീഡിയോ ഇന്ന് ഇടുന്നില്ല. ഇന്നിപ്പോൾ എടുക്കുന്ന ഈ സമയത്ത് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തു. അപ്പോഴാണ് ഇത് വൈകുന്നേരം ഇടാമെന്ന് വെച്ചിട്ട് മറ്റേ വീഡിയോ റെഡിയാക്കിക്കൊണ്ടിരുന്നതാണ്. അത് കിട്ടാത്ത ദേഷ്യത്തിന് ഞാൻ ഇപ്പം തന്നെ കൊണ്ട് വേറൊരു ചെറിയ വീഡിയോ അതിൻ്റെ ഉണ്ടായിരുന്നു എൻ്റെ കയ്യിൽ. അതിനെ എഡിറ്റ് ചെയ്തിട്ട് ചെറിയ പറഞ്ഞ 3 മിനിറ്റിൻ്റെ ഉള്ളൂ. അത് അപ്ലോഡ് ചെയ്തു അങ്ങോട്ട്. എന്നിട്ട് പബ്ലിക് ആക്കി. സാധാരണ വൈകുന്നേരം പബ്ലിക് ആക്കണേ സ്ഥിരം. എനിക്കെന്തോ വല്ലാത്ത വിഷമമായി പോയി അങ്ങനെ ആ വീഡിയോ അങ്ങനെ പോയപ്പോൾ. അപ്പം ഞാൻ ചെയ്ത പരിപാടി അത് അവിടെ കിടക്കട്ടെ എന്ന് വെച്ച് വ്യൂസ് ഉണ്ടാകുമ്പോൾ ഉണ്ടാവട്ടെ, ഇല്ലെങ്കിൽ ഇല്ല എന്നാലും വീട്ടിലാന്നൊക്കെ വെച്ചിട്ട് അങ്ങനെ അങ്ങോട്ട് തോന്നലൊക്കെ വന്ന് അങ്ങനെ അങ്ങോട്ട് ചെയ്തു. എന്തായാലും ഇനിയിപ്പോൾ അങ്ങനെ അബദ്ധം പറ്റാണ്ട് ശ്രദ്ധിക്കണം. പണ്ടൊരിക്കലും പറ്റിയിട്ടുണ്ട് എനിക്കിത്. പക്ഷേ ഞാനത് മറന്നുപോയി. ഓർക്കാതെ അങ്ങനെ അങ്ങോട്ട് ചെയ്ത് ആ വീഡിയോ നഷ്ടമായിപ്പോയി. പിന്നെ അപ്പോൾ ഞാൻ പറഞ്ഞു തന്നെ പറയാം അതിനെപ്പറ്റി. കരിവേപ്പില എടുത്തിട്ട് വന്നിട്ട് നമുക്ക് തൽക്കാലം ടൊമാറ്റോ സാദം ഉണ്ടാക്കി കഴിക്കാം. അപ്പോൾ നമ്മുടെ കരിവേപ്പിലയും കിട്ടി, ചേർച്ചിട്ട് എടുത്തു. ഇനിയും ഇവനെയൊക്കെ അരിഞ്ഞിട്ട് നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. തക്കാളി നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞിടാം കേട്ടോ. എനിക്ക് തൈര് സാദം കഴിക്കും ഞാൻ. അത് ഇതിൽ എളുപ്പം. തക്കാളി പോലെ തക്കാളി നുറുക്കാനൊന്നും നടക്കണ്ടല്ലോ. ഇതിനാവുമ്പോൾ കടുക് വറുത്ത് ചോറ് അതിലേക്ക് ഇട്ട് തൈര് ഒഴിച്ചാൽ തൈര് സാദം റെഡിയല്ലോ. ഇതല്ല, ഇതിന് ഇച്ചിരി പണിയുണ്ട്. വലിയ പണിയൊന്നും പറയാനില്ല എന്നാലും. അപ്പോൾ നമ്മുടെ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞിട്ടിട്ടുണ്ട്. ഇനിയും നമ്മളുടെ ഇഞ്ചി തൊണ്ട് കളഞ്ഞെടുത്തിട്ട് അരിയാം. അത്തമായി. ഇന്ന് അത്തമാണ് കേട്ടോ. അത്തത്തിൻ്റെ തന്നെ വീഡിയോ എടുക്കണം. ഇന്നിപ്പോൾ തൃപ്പൂണിത്തുറ, ഇവിടെ അടുത്ത് എറണാകുളത്ത് തൃപ്പൂണിത്തുറ എല്ലാവർക്കും അറിയാം. എറണാകുളത്തുള്ളവർക്കതെ അത്തച്ചമയം വിശേഷമാണ്. ഒരുപാട് പ്ലോട്ടുകളൊക്കെ ആയിട്ട് ഇങ്ങനെ റാലി പോലെ അതുപോലെ പോവും. അവിടെ തൃപ്പൂണിത്തുറ ഇഷ്ടംപോലെ ആളുണ്ടാവും കാണാൻ. ഇന്നിപ്പോൾ എന്തായാലും മഴയും കൂടെ ഇല്ലാത്തതുകൊണ്ട് എല്ലാവർക്കും സുഖമായിട്ട് നിന്ന് കാണാൻ പറ്റും. ഞാനും പണ്ടൊരിക്കൽ പോയിട്ടുണ്ട് കേട്ടോ. നല്ല തിരക്കാണ്. കാണാനൊക്കെ നല്ല രസമാണ്. എന്തെല്ലാം രൂപങ്ങളാണ് വരികയെന്നറിയോ. എൻ്റെ പിന്നിലെന്തോ കഥയുണ്ട്. രാജാവിൻ്റെ എന്തോ ഓണമായിട്ട് ബന്ധപ്പെട്ട എന്തോ കഥയുണ്ട് കേട്ടോ. എന്തെന്നാണെന്ന് ഞാനിപ്പോൾ തർക്കത്തിൽ ഓർക്കണമല്ലോ. അതുമായിട്ട് ബന്ധപ്പെട്ടാണ് അത്തച്ചമയം ആഘോഷമായിട്ട് ഇങ്ങനെ നടക്കുന്നത്. പിന്നെ ഇവിടെ തൃക്കാക്കര എറണാകുളത്ത് മഹാബലിയുടെ ക്ഷേത്രം, വാമനമൂർത്തിയുടെ ക്ഷേത്രം, മഹാബലിയുടെ ആസ്ഥാനം എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഒരു കാൽപാദം വെച്ച പോലത്തെ ഒരു ഇതുകൊണ്ട് വാമനമൂർത്തിയുടെയാണ് ക്ഷേത്രം. ഓണത്തിന് 10 ദിവസത്തെ ഉത്സവം ഇന്ന് തുടങ്ങിയിട്ട് നിറച്ച ആളും പരിപാടിയൊക്കെ ആയിരിക്കും. ആദ്യമൊക്കെ പോകാറുണ്ടായിരുന്നു. ഇപ്പോൾ കുറേ നാളായിട്ട് പോകാറില്ല. അവിടെ എല്ലാ കൊല്ലവും പറയും ഒരു ദിവസം പോകണം അത് തന്നെ. പിന്നെ തിരുവാതിരക്കൊക്കെ പോയിരുന്ന സമയത്ത് ഞാൻ തിരുവാതിര കളിക്കുമായിരുന്നല്ലോ. ആ സമയത്ത് പോകും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തിരുവാതിരകളിൽ ഞാനും ഉണ്ട്. അപ്പോൾ തിരുവാതിര അവിടെ അവതരിപ്പിക്കണം. അതിന് വേണ്ടിയിട്ട് അങ്ങനെ പോകും. അതല്ലെങ്കിൽ ഒരു ദിവസം തൊഴുകാൻ പോകും. പിന്നെ അവിടെ ഉത്രാടം തിരുവോണം ഗംഭീര സദ്യ. തിരുവോണത്തിൻ്റെ എന്നൊക്കെ പറയണം. എന്തോ ജനമെന്നറിയാം. 3 മണിയായാലും തീരില്ല ഊണൊന്നും. അതിമാതിരി ക്യൂവായിരിക്കും ഊണിന്. അടിപൊളി സദ്യയായിരിക്കും അവിടെ. എല്ലാ ദിവസവും ഊണുണ്ടെന്ന് കേൾക്കണു. എന്തായാലും ഉത്രാടം തിരുവോണം ഉറപ്പാണ് ഊണ്. അപ്പം നമുക്ക് ഇതിലേക്ക് പോകാൻ വീണ്ടും. തക്കാളി, ഇഞ്ചി, പച്ചമുളക്, കരിവേപ്പില ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഒന്നിച്ചിടാം. വേറെ ഇടണമെന്നില്ല. എല്ലാം ഒന്നിച്ചിടാം നമുക്ക്. ഞാൻ പച്ചമുളകും ഇഞ്ചിയും കരിവേപ്പിലയും തക്കാളിയും കൂടെ
ഒന്നിച്ചിട്ട് വെച്ചിട്ടുണ്ട്. ഉഴുന്നുപരിപ്പ് ഒന്നിച്ചിടണ്ട, നനഞ്ഞു പോകില്ലേ. അപ്പോൾ ഉഴുന്നുപരിപ്പ് ഒരു ചോറിൻ്റെ അളവനുസരിച്ചിട്ട് നിങ്ങളുടെ ഉഴുന്നുപരിപ്പിനോടുള്ള താല്പര്യം അനുസരിച്ചിട്ടും ഇട്ട് കൊടുക്കാം. എന്നാലും ഉഴുന്നുപരിപ്പ് ഇടണം, എന്നാലും നമ്മൾ ടേസ്റ്റ് കിട്ടുള്ളൂ. പിന്നെ കടുക് വേണം, കടുകില്ലാണ്ട് പറ്റില്ലല്ലോ. പിന്നെ എന്താ, വറ്റൽമുളക് വേണം. ഗ്യാസ് കാലത്തെ ഒരു ചായ തിളപ്പിച്ചിട്ട് ഓഫാക്കി വെച്ചു. പിന്നെ പുട്ടുണ്ടാക്കി, ഇന്നും പുട്ട് തന്നെ, പുട്ടും പപ്പടവും പഴം ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ അമ്പലത്തിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഉണ്ട് ഇന്ന് അവിടെ വലിയ മഹാഗണപതി ഹോമം നടക്കുമായിരുന്നു. അപ്പോൾ നമ്മളെല്ലാവരും വഴിപാട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എനിക്കറിയായിരുന്നു ഉണ്ടെന്നുള്ളത്. അപ്പോൾ അതറിഞ്ഞുകൊണ്ട് തന്നെ ഞാൻ രാവിലെ തന്നെ പോയത്. 7:30 ഞാൻ പോയി അമ്പലത്തിലേക്ക്. 6:00 തുടങ്ങിയിട്ടുണ്ട് അമ്പലത്തിൽ. 6:30 തുടങ്ങിയിട്ടുണ്ട്. ഇത് 8 മണി വരെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് 7:30 ഞാൻ വേഗം പുട്ടൊക്കെ ഉണ്ടാക്കിയിട്ട് കഴിച്ചോളാൻ പറഞ്ഞിട്ട് ഞാൻ പോയി. അവിടെ ചെന്ന് കഴിച്ച് വഴിപാടെല്ലാം തീർന്നു കഴിഞ്ഞപ്പോൾ ഉണ്ട് വെള്ളയപ്പവും കുറുമയും. ചെറിയൊരു സ്നാക്സ് എന്ന രീതിയിൽ എല്ലാവർക്കും കൊടുക്കുന്നു. പിന്നെ അത് കഴിച്ചു വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് എന്തോ പുട്ട് കിട്ടണം. അത് കാരണം ഞാൻ പുട്ട് കഴിച്ചില്ല കുറേ നേരത്തേക്ക്. പിന്നെ കുറേ നേരം കഴിഞ്ഞപ്പോൾ ഒരു കഷ്ണം പുട്ടെടുത്ത് കഴിച്ചു. പിന്നെ ഇത്തിരി വിശപ്പ്, കാരണം ഒരു വെള്ളയപ്പം അത്രേ കഴിച്ചുള്ളൂ അവിടുന്ന്. അപ്പം ഗ്യാസ് അങ്ങനെ അതുകൊണ്ട് ഓഫാക്കി വെച്ചതാണ്. അപ്പം പിന്നെ തുറന്നിട്ടില്ല, കാരണം ചോറും കൂട്ടാനും വെക്കണമെങ്കിൽ അല്ലേ തുറക്കേണ്ട കാര്യമുള്ളൂ. അപ്പം ഞാനാണെങ്കിൽ എപ്പോൾ നോക്കിയാലും ഇങ്ങനെ ഓഫാക്കിക്കൊണ്ടേയിരിക്കും. ഓരോ പ്രാവശ്യത്തെ ഉപയോഗം കഴിഞ്ഞ് കഴിയുമ്പോൾ അത് ഓഫാക്കും. അപ്പോൾ തൽക്കാലം നമുക്ക് വീണ്ടും നമ്മുടെ ഇതിലേക്ക് വരാം. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കട്ടെ. അപ്പോൾ കുറേ ദിവസം കൂടി ഇന്ന് പകൽ വീഡിയോ ആണ്, അല്ലെങ്കിൽ സ്ഥിരം രാത്രി വീഡിയോ അല്ലേ എടുക്കണേ. ഇന്നിപ്പോൾ വിഷ്ണു തന്നെ വരെ രാത്രി വീഡിയോ ഉണ്ടാവില്ല. വിഷ്ണു നാളെ രാത്രി എത്തുള്ളൂ. ഇന്ന് വരാനേ ഇരുന്നത് കേട്ടോ. ഇന്ന് വരാൻ ബുക്ക് ചെയ്തതാണ് അവൻ. പക്ഷേ ഇത് എന്താ പറയുക, ടിക്കറ്റ് കൺഫേം ആയില്ല, സീറ്റ്. അതുകൊണ്ട് അവൻ ക്യാൻസൽ ചെയ്തിട്ട് നാളത്തേക്ക് ബുക്ക് ചെയ്തു. പിന്നെ ഇന്നലെ പോയതാണ്. അപ്പം ഇന്നലെയും രാത്രി പാചകം ഉണ്ടായിട്ടില്ല. ഞങ്ങൾക്ക് ഇന്ന് ഉച്ചക്കത്തെ ചോറൊക്കെ ഞങ്ങൾ കഴിച്ചു. പിന്നെ ഇന്നലെ ഉച്ചയ്ക്ക് വീഡിയോയിൽ കണ്ടില്ലേ, കഴിഞ്ഞ വീഡിയോയിൽ തിരുവാതിര പരിപാടിയൊക്കെ. അപ്പോൾ അതിനൊക്കെ പോയതുകൊണ്ട് ഉച്ചക്കത്തെ ഫുഡ് എനിക്ക് അവിടെ ആയിരുന്നു. അതുകൊണ്ട് ഉച്ചയ്ക്ക് എനിക്ക് വേണ്ടി വന്നില്ല. പിന്നെ ഇവിടെ വന്നിട്ട് ഈ പറഞ്ഞ പോലെ ആ സമയത്ത് ചോറെടുത്ത് കുറച്ച് എന്തോ കറികളും എന്തൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കൂട്ടി അങ്ങോട്ട് കൊടുത്തു അവിടെ ഒരാൾക്ക്. വിഷ്ണു പിന്നെ കാലത്ത് തന്നെ പോയതുകൊണ്ട് അവനും വേണ്ട. അങ്ങനെ ആയതുകൊണ്ട് ഇന്നലെ രാത്രി എനിക്ക് രാത്രി പാചകം ഉണ്ടായില്ല. പിന്നെ ഇന്നും രാത്രി പാചകം ഉണ്ടാവാൻ വഴിയില്ല മിക്കവാറും. പക്ഷേ ഇന്ന് ഉച്ചയ്ക്ക് ചോറ് തീരും. അതുകൊണ്ട് ഇനി എങ്ങനെയാണെന്നറിയില്ല. രാത്രിയിൽ ചിലപ്പോൾ തോന്നിയാൽ കഞ്ഞിയും ചെറുപയറും ആക്കും, അതല്ലാന്നുണ്ടെങ്കിൽ ഗോതമ്പ് ദോശയും ചമ്മന്തി ആക്കും. എന്ത് തോന്നണോ അത് ചെയ്യും. അങ്ങനെയാണ് എൻ്റെ പരിപാടി. അപ്പം ഇപ്പോഴത്തെ കാര്യം ഇതാണ്, നമുക്ക് കടുക് പൊട്ടിക്കഴിഞ്ഞ് കഴിയുമ്പോൾ ഉഴുന്ന് പരിപ്പും മുളകും ഇട്ട് കൊടുക്കാം. പിന്നെന്താ, അപ്പോൾ അവരൊക്കെ മൂത്ത് വരട്ടെ അവിടെ കിടന്ന്, എന്നിട്ട് നമുക്ക് അടുത്ത സാധനത്തിന് ഇടാം. ഇപ്പോൾ ഇത്രയും ക്യാമറ അടുത്തേക്ക് ഞാൻ വച്ചിട്ടുണ്ട്, എന്നാലും ചീൻചട്ടിയുടെ ഉള്ളിലേക്ക് നമുക്ക് കാണാൻ പറ്റില്ല. പിന്നെ ചീൻചട്ടിയുടെ ഉള്ളിലേക്ക് കാണാൻ പാകത്തിന് വെച്ച് കഴിയുമ്പോൾ എന്നെ കാണാൻ പറ്റുന്നുണ്ടാവില്ല. അത്രയും ഹൈറ്റിലേക്ക് വെക്കണം. അത്രയും ഹൈറ്റിലേക്ക് വെക്കണമെങ്കിൽ ഇത്തിരി ശ്രമകരമാണ് സംഭവം. എന്നാലും ഞാൻ നോക്കാം. ഇപ്പോൾ തൽക്കാലം നമ്മുടെ കടുകും ഉഴുന്നുപരിപ്പും ഒക്കെ മൂത്ത് വരട്ടെ. എന്നിട്ട് തക്കാളി ഇടുന്ന സമയത്ത് നോക്കട്ടെ ഇതിലേക്ക് തന്നെ സൂം ചെയ്ത് വെക്കാൻ പറ്റുമെന്ന്. നമ്മുടെ ഉഴുന്നുപരിപ്പൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ ക്യാമറ ഇതിലേക്ക് സൂം ചെയ്യാൻ നോക്കിയിട്ട് പറ്റില്ല. അതുകൊണ്ട് കൈ പിടിച്ച് ഞാൻ കാണിച്ചു തരാം. ഇനിയിപ്പോൾ ഇത്ര ഇട്ടില്ലേ, ഇതിലേക്ക് ഉപ്പും കൂടെ ഇട്ടിട്ട് നല്ലോണം വാടി വരട്ടെ. അങ്ങനെ നമ്മളുടെ തക്കാളി കുട്ടികളൊക്കെ നല്ലപോലെ ഉടഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ. ഇനിയും പഴുപ്പ് കുറഞ്ഞ തക്കാളിയാണെന്നുണ്ടെങ്കിൽ സ്വല്പം വെള്ളം, 1 ടീസ്പൂൺ വെള്ളം, 1 ടേബിൾ സ്പൂൺ വെള്ളം അങ്ങനെ ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് അടച്ചു വെച്ചാൽ വെന്തുടഞ്ഞ് കിട്ടും. ഇനി ഇതിലേക്ക് എന്താ വേണ്ടേ, നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു കളറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടുള്ള സ്വല്പം മുളക് പൊടി. ഇനി ഇവരെ നമുക്ക് എല്ലാവരെയും കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ കൊച്ചു വീഡിയോ ആണ് കേട്ടോ. ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അഭിപ്രായം അറിയിക്കാനും ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനൊന്നും മറക്കല്ലേ. പിന്നെന്താ, നമ്മുടെ പൊന്നിയരിയുടെ ചോറാണ് ഇരിക്കുന്നത്, അതുകൊണ്ട് തന്നെ ഇതിലേക്ക് ഇടുമ്പോൾ നല്ല രസമായിരിക്കും. ഇനി ചോറും കൂടെ ഇട്ടിട്ട്
നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് വരാം. ഞാൻ മിക്സ് ചെയ്തിട്ട് കാണിച്ചു തരാം. അല്ലെങ്കിൽ ക്യാമറയും ചോറും ഇളക്കലും എല്ലാം കൂടെ താഴെ കിടക്കുന്ന തോന്നുന്നു എനിക്ക്. എന്തായാലും ഞാൻ ഇളക്കി റെഡിയാക്കിയിട്ട് വരട്ടെ. അപ്പോൾ അതെ നമ്മുടെ തക്കാളിച്ചോറ് റെഡിയായി. ഇനി ഇങ്ങനെയല്ല വേറെ രീതിയിലൊക്കെ ഉണ്ടാക്കുന്നവരുണ്ടെങ്കിൽ പറയണം കേട്ടോ, നമുക്കറിയാമല്ലോ. പക്ഷേ ഈ ചോറ് കണ്ടിട്ട് എനിക്ക് അധികം പറ്റാവുമെന്ന് തോന്നണുണ്ട്. ചോറ് അധികം വരുവാണെങ്കിൽ നമ്മൾ സൂക്ഷിച്ച് വെച്ച് രാത്രി എടുക്കാം അല്ലേ. ഇത് ഉണ്ണൂറ്റെന്നൊക്കെയായിരിക്കും ചോദിക്കണേ. ഞാൻ ചോറ് കുറവാണ് ഉണ്ണണേ. എനിക്ക് പക്ഷേ വണ്ണം വയ്ക്കണമുണ്ട്. ചോറെന്നല്ല എന്ത് പലഹാരമാണെങ്കിലും ഞാൻ കുറച്ച് കഴിച്ചോളൂ. അപ്പോൾ ഞാൻ ഒന്നും കൂടെ കുറച്ചിട്ടുണ്ടാക്കാം. വണ്ണം വയ്ക്കണം എനിക്കെന്ന് പറഞ്ഞുകൊണ്ട് ആരൊക്കെയോ കണ്ടപ്പോൾ പറഞ്ഞു വണ്ണം വെച്ചോളൂ. ഇന്നലെ ആരോ കണ്ടപ്പോൾ പറഞ്ഞു ക്ഷീണിച്ചോളൂ. പക്ഷെ അങ്ങനെ അവർ ക്ഷീണിച്ചിട്ടൊന്നും ഇല്ലയെന്ന് എനിക്കും അറിയാം. എന്നാലും എനിക്ക് വണ്ണം കുറഞ്ഞിരിക്കുന്നത് ഇഷ്ടം. പക്ഷെ എൻ്റെ വണ്ണം കുറഞ്ഞാലുള്ള ദൂഷ്യം എന്താ വെച്ചാൽ ഉണ്ടോ, കവൾ ഇതേമാതിരി ഒട്ടിയ പോലെ ആയിപ്പോവും ആദ്യം തന്നെ. അതാണ് അപ്പം ഭംഗി ഉണ്ടാവില്ല കാണാൻ, മുഖത്തിനൊരു ചൊട്ടിയിരിക്കുന്നല്ലാണ്ട്. ശരീരം ചൊട്ടുന്നതിന് മുമ്പ് കൊണ്ടേ മുഖം ചൊട്ടും. അപ്പോൾ നമ്മുടെ ചോറൊക്കെ റെഡി ആയിട്ടുണ്ട്. അതോടെ ഇരിക്കട്ടെ. ഇനി പോയി ഊണ് കഴിക്കാം അല്ലേ. കൂട്ടിന് ആരുമില്ല, ഒറ്റയ്ക്കുള്ള ഊണ് കഴിക്കലാണ്. അപ്പം ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പോകുന്നോളൂ, നമുക്ക് ഒന്നിച്ച് കൂടെ ഇരുന്ന് ഉണ്ണാം. തൽക്കാലം ബൈ. അപ്പോൾ പോരുന്നോ ആരെങ്കിലും തക്കാളി ചോറ് കഴിക്കാൻ? ഇതാ റെഡി. പപ്പടം ഉണ്ട്. ഇനി എന്ത് വേണം അല്ലേ. പിന്നെ അച്ചാർ വാങ്ങിച്ച അച്ചാർ എന്തോ ഇരിപ്പുണ്ട്. പക്ഷേ അതിൻ്റെ ടേസ്റ്റ് എനിക്ക് അത്ര ഇഷ്ടമല്ല. പുളിയിഞ്ചി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, നല്ല ടേസ്റ്റുമായിരുന്നു. പക്ഷെ അത് തീർന്നു പോയി. അപ്പോൾ എന്തായാലും അച്ചാറൊന്നും വേണമെന്നില്ല, നമുക്ക് പപ്പടം ഉണ്ടെങ്കിൽ നമ്മുടെ കാര്യമായി. പിന്നെ ഇത് ഏറ്റവും കഴിക്കാൻ പറ്റിയൊരു സ്ഥലം എന്താണെന്നറിയോ? ഒറ്റയ്ക്കിരുന്നിട്ട് പുറത്ത് പോയിരുന്ന് കഴിക്കണം. ആ പുറകുവശത്ത് ഇറയത്ത് പോയിരുന്ന് സുഖമായിട്ട് കഴിക്കാം. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ അത്രയും കുറച്ച് എരിവിട്ടിട്ട് എനിക്ക് എരിവായി. നമ്മളിങ്ങനെ ഇരുന്ന് ഒറ്റയ്ക്കിരുന്ന് കഴിക്കുമ്പോഴേ ഭയങ്കര ബോറടിയാണ് വീടിൻ്റെ ഉള്ളിലല്ലേ. പുറത്തു നിന്ന് കഴിക്കാൻ തോന്നുന്നു എനിക്ക്. വേറെ ഒന്നും കാണാനില്ല, നിറയെ ചെടികളും മരവും പിന്നെന്താ കാറ്റ്, നല്ല കാക്കയോ കിളികളോ എന്തെങ്കിലുമൊക്കെ വന്നാൽ അവർ ഒരു കൂട്ടായി. വെയിലുണ്ടോ നോക്കട്ടെ, ഇല്ലെങ്കിൽ അവിടെ പോയിരിക്കാൻ പോകും. ഞാൻ നേരെ ഇങ്ങോട്ട് പോന്നു. ഇവിടെ ആകുമ്പോൾ നമ്മുടെ കോവൽ കുട്ടികൾ വാഴ കാക്ക വേസ്റ്റൊക്കെ ഇങ്ങനെ അങ്ങോട്ട് എറിയാം, ഇട്ട് വയ്ക്കണ്ട. ഇപ്പോൾ ഒരു സുഖമുണ്ട്. ഇങ്ങനെയൊക്കെ നിങ്ങളൊക്കെ കഴിക്കാറുണ്ടോ? കപ്പങ്ങ, മുരിങ്ങ, മാങ്ങ ഇപ്പുണ്ട്. പിന്നെ നല്ല കാറ്റും ഉണ്ട് കേട്ടോ. വാഴക്കൊല അന്ന് കാണിച്ചൊന്നും ഇതുവരെ വെട്ടിയിട്ടില്ല. വെട്ടണം പറയുന്നതല്ലാണ്ട് ഇനി 10 ആയില്ലേ. ഇനിയിപ്പോൾ വെട്ടി വെച്ചെങ്കിൽ ഓണത്തിന് പിള്ളേർ എല്ലാവരും വന്നിട്ടുണ്ട്. എനിക്ക് മക്കൾ വന്നിട്ട് എല്ലാവരും വരുമ്പോൾ എടുക്കായിരുന്നു. ഇങ്ങനെ കുറച്ച് ദിവസമേ പറയണു, വറ്റ അടിയിലേക്ക് ഒന്നുകൂടെ മുഴുക്കട്ടെ എന്ന് പറഞ്ഞിട്ട് വെച്ചുകൊണ്ടിരിക്കുക. അതിനെടുത്ത് കൊതുക് നട്ടു വെച്ചിട്ട് അവനാണ് ഡെങ്കി പിറക്കണവനായിരിക്കും കൊതുക്. അല്ല പകൽക്കൊതുക്. എന്തായാലും എൻ്റെ ചോറ് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാനും ഉണ്ടിട്ട് പറ്റേ. നിങ്ങൾ ഊണ് കഴിക്കുമോ? പക്ഷേ എന്താ കഴിക്കണേ? ഇത് കാണുമ്പോൾ കഴിച്ചോളൂ. അടുത്ത വീഡിയോ ആയിട്ട് കാണുമ്പോൾ ബൈ.